ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. A contractor plans to install 2 slides for the children to play in a park. For the children below the age of 5 years, she preferred to have a slide whose top is at a height 1.5 meter and is inclined at an angle 30 degree at the ground. Whereas for elder children, she wants to have a steep slide at a height 3 meter and inclined at an angle of 60 degree to the ground. What should be the length of the slide in each case? അതായത് ഒരു പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ടാക്കണം. അതിൻ്റെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഹൈറ്റ് സ്ലൈഡിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ഹൈറ്റിലായിരിക്കണം. അത് ഫ്ലോറുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം. നമുക്ക് അതിൻ്റെ ചിത്രം എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു സ്ലൈഡ് ഫ്ലോറിൽ നിന്നും 1.5 മീറ്റർ ഹൈറ്റിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് വെച്ചിട്ടുണ്ട്. ഈ ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു ദ ഗ്രൗണ്ടിലേക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്. 1.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സ്ലൈഡ് ഗ്രൗണ്ടുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സ്ലൈഡിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടനസ് കാണണം. ഓക്കെ, അപ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലൈഡ് അത് ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെയാണ് 90 ഡിഗ്രി വരിക. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും വരുന്ന ഏതാണ്? സൈന് alleങ്കിലോ കൊസീക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ കൊസീക്കാണ് ഉപയോഗിക്കുന്നത്, കാരണം കണ്ടുപിടിക്കേണ്ട ഭാഗം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ. കൊസീക്ക് ആകുമ്പോൾ AC/AB എന്നാവും, അപ്പോൾ ഡിവിഷൻ നമുക്ക് ഒഴിവാക്കാം. ഇനി കൊസീക്ക് കാണാൻ ഞാൻ ആ 30, 60, 90 റേഷ്യോ ഉള്ള ട്രയാങ്കിൾ എടുത്തു. എന്താ കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. എന്താ സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. എങ്ങനെയാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ കൊസീക്ക് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ്, അപ്പോൾ 2/1. ഓക്കെ, AB 1.5 ആണ്. ഇനി ക്രോസ് ചെയ്യാം. 2 × 1.5 ഈക്വൽ ടു 1 × AC, അതായത് 15. പോയിന്റ് കളഞ്ഞ് കുണിക്കുമ്പോൾ 15 എന്ന് കിട്ടും. 15 × 2 30 കിട്ടും. പിന്നെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 3.0 അഥവാ 3 എന്ന് കിട്ടും. അപ്പോൾ ഫോർ ദ ചിൽഡ്രൻ ബിലോ ദ ഏജ് 5 ഇയർ ലെങ്ത് ഓഫ് ദ സ്ലൈഡ് ഈസ് 3 മീറ്റർ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സ്ലൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എൽഡർ ചിൽഡ്രൻ. അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 മീറ്റർ ആണ്. അപ്പോൾ ആ 1.5ൻ്റെ സ്ഥാനത്ത് എത്ര വരും? 3 വരും. ആംഗിൾ ഉണ്ടാക്കുന്നത് 60 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സ്ലൈഡ് ഫ്ലോറിൽ നിന്നും 3 മീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ ടോപ്പ്. സ്ലൈഡ് അറിയുമ്പോൾ ചെരിഞ്ഞല്ലേ കിടക്കുക. ഇങ്ങനെയാണ് ചിത്രം വരക്കുന്നത് കേട്ടോ. വരച്ച ചിത്രമാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഫ്ലോറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും അഥവാ കൊസീക്ക് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൊസീക്ക് 60 കാണാൻ നമ്മളുടെ 30, 60 30, 60 അവിടെ എഴുതിയിട്ടില്ല അല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ 30, 60, 90, 1:√3:2. ഓക്കെ, 1:√3:2. ഇനി നമുക്ക് വേണ്ടത് കൊസീക്ക് 60 ആണ്. കൊസീക്ക് 60 പറഞ്ഞാൽ സൈൻ 60യുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. തിരിച്ചു പറയുമ്പോൾ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് അഥവാ 2/√3. AC/AB 3 ആണ്. ഇനി ക്രോസ് ചെയ്തു. 2 × 3/√3 ഈക്വൽ ടു AC. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മിനിറ്റ്, അവിടെ 3നെ കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല, ഞാനൊന്ന് കാണിച്ചു തരാം.
ചിലപ്പോൾ ഈ ആനിമേഷൻ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇതാ ഈ 3നെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 2 ഇൻറ്റു ഏതൊരു നമ്പറിനെയും അതിൻ്റെ റൂട്ടിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 2 ഇൻറ്റു √3 ഇൻറ്റു √3. 3നെ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ഇതിൽ നിന്ന് ഓരോ √3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി ആരാ ഉള്ളത്? 2 ഇൻറ്റു √3 അഥവാ 2√3. അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത്? 2√3 എന്ന് വന്നത്. ഓക്കെ, അപ്പോൾ എൽഡർ ചിൽഡ്രന് വേണ്ടത് സ്ലൈഡിൻ്റെ നീളം എത്രയാണ്? 2√3.